നല്ലത് ചെയ്താൽ ആഖിറത്തിൽ നന്മയുണ്ട്. ഓ പ്രിയമുള്ള യുവാവേ, നിന്റെ ആരോഗ്യം ദീനിന്റെ ഖിദ്മത്തിനാണ് ചെലവഴിക്കേണ്ടത്. ഈ യൗവന കാലഘട്ടത്തിൽ സഅദി ഉസ്താദ് നമ്മ വിട്ട് യാത്രയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മയില്ലേ ഖബറിൽ കൂട്ടായിട്ട്? നാളെ ആഖിറത്തിൽ അദ്ദേഹം ചെയ്ത നന്മയില്ലേ അദ്ദേഹത്തിന് വിജയം നൽകാനായിട്ട്? ഓ പ്രിയപ്പെട്ട യുവാവേ, നിന്റെ ജീവിതത്തിൽ ഇഖ്ലാസോടെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത കണക്ക് പറയാനുണ്ടോ? നമ്മൾ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോയി. രാഷ്ട്രീയം വേണ്ടെന്നല്ല, ഒരുപക്ഷെ ഇസ്ലാമിക ചിട്ടക്കൂടിൽ ഒതുങ്ങിയിട്ട് ആ രൂപത്തിൽ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന രൂപത്തിൽ ഇസ്ലാഹുൽ സുന്നയുടെ ആശയാദർശങ്ങൾ തന്നെ അതെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇസ്ലാമികമല്ല. എന്നാൽ ഭരണകർത്താക്കളെ അംഗീകരിക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണ്. സുബ്ഹാനല്ലാഹ്, പൂർവകാലങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിഭവങ്ങൾ മാത്രം വിളമ്പിയിരുന്ന അടുക്കളകളിൽ നിന്ന് ബിദ്അത്തിന്റെ ആശയങ്ങൾ പറയുന്ന പെൺകൊടിമാര് പുറത്തു വരുന്ന ലോകമാണിത്. ഇന്നാലില്ലാഹ്. കണ്ടില്ലേ നിങ്ങൾ? ഓ സഹോദരിമാരെ, നിങ്ങൾ ശാലീനതയിൽ ജീവിക്കേണ്ടവരാണ്. നിങ്ങൾക്ക് ജുമുഅ ജമാഅത്തിന് പോലും പള്ളികളിലേക്ക് പോകൽ അനുവദനീയമല്ല. നിസ്കാരത്തിന് വേണ്ടി ഒരു പള്ളിയിലേക്കും പോകൽ അനുവദനീയമല്ല. ഇതല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, ആദർശം? ഇതല്ലേ ഉപ്പാപ്പമാരി സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ, ആദർശങ്ങൾ, ആ വിഭവങ്ങൾ മാത്രം വിളമ്പിയ അടുക്കളകളിൽ നിന്നാണ് ഇന്ന് പെണ്ണ് പള്ളിയിൽ പോയാലും തെറ്റൊന്നുമില്ല, അത് ചില ചിന്തിച്ചതിൽ പിഴവ് വന്നതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില പെൺകൊടിമാര് രംഗപ്രവേശനം ചെയ്യുന്ന കാലഘട്ടമാണിത്. അല്ലാഹ്, ഞങ്ങൾക്ക് ജീവിക്കുന്ന കാലമത്രയും ഈമാനോടെ തഖ്വയോടെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ജീവിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരൊറ്റ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. നല്ലത് ചെയ്താൽ ഖബറിൽ കൂട്ടിനാ നന്മയുണ്ടാകും. എന്നാലോ തിന്മ ചെയ്താൽ ആ തിന്മയാണ് ഖബറിൽ അദാബായി വരുന്നത്. ഇസ്മാഈലുൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്, മുൻകാലത്തുള്ള ഒരു തെറ്റ് മാത്രം ചെയ്ത